ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 60-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 60-18 യെശയ്യാവ്. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മളെ തള്ളിയിടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജീവിത അനുഭവമാണ് നിത്യശൂന്യത എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. ഒന്നുമില്ലായ്മ. ആമേൻ. സ്തോത്രം. ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പിറുപിറുത്ത് പോകുന്നവരായിരിക്കും അല്ലേ? ഞാനും നിങ്ങൾ ഓരോരുത്തരും ശൂന്യതയുടെ അവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെ നമ്മുടെ പേഴ്സിൽ പൈസ കുറഞ്ഞു പോകുമ്പോഴോ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ശൂന്യത അടുക്കളയിലുണ്ടാകുമ്പോൾ, അല്ലേ, മാനസികമായിട്ട് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? പിറുപിറുത്ത് പോകാറുണ്ട് അല്ലേ? ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശൂന്യതയുടെ ഒരു നടുവിലാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. അല്ലേ? ഒന്നുമില്ല, ആകെയുള്ളത് നമ്മൾ ഈ നിൽക്കുന്ന ദൈവകൃപയും ഇത് മാത്രമല്ല. അല്ലാതെ നമുക്ക് പ്രശംസിപ്പാനോ അല്ലെങ്കിൽ ഒരു ശൂന്യതയുടെ അവസ്ഥ, മുന്നോട്ടേക്ക് പോകാൻ ഒരു ആത്മീക ശൂന്യത, പല രീതിയിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അങ്ങനെയൊക്കെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവായ യേശുവിന് നമ്മളോട് പറയുവാനുള്ളത് ഇവിടെ പറയാണ്, നിൻ്റെ അതിരിനകത്ത് ഇനി ശൂന്യവും നാശവും കേൾക്കയില്ല. ആമേൻ. സ്തോത്രം. നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും, അതായത് നമ്മുടെ ഭവനത്തിൻ്റെ മതിൽ, അതായത് നമ്മുടെ ഇവിടെ പറയുന്നതിന് രക്ഷയെന്നും, മതിലുകൾക്ക് രക്ഷയെന്നും, നിൻ്റെ വാതിലുകൾക്ക് സ്തുതി, അതായത് നമ്മുടെ ഭവനത്തിനുള്ളിൽ സ്തുതിയും സ്തോത്രവും നിറയുമ്പോൾ, രക്ഷയാകുന്ന നസ്രാനായ യേശുവിനെ നമ്മൾ സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അവൻ്റെ അതിരിനകത്തൊരു ശൂന്യത ദൈവം വരുത്തുകയില്ല. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, സങ്കീർത്തനം പഠിക്കുമ്പോൾ യഹോവ വീട് പണിയാതിരുന്നാൽ, അപ്പം നമ്മുടെ ഭവനമായിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയമായിക്കൊള്ളട്ടെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വളരണമെങ്കിൽ സ്തുതിയും സ്തോത്രവും നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ആമേൻ. സ്തോത്ര. കഷ്ടതയുടെ നടുവിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലായാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. അപ്പോൾ സ്തുതിക്കുന്ന ഒരു വ്യക്തി, നിൻ്റെ വാതിലുകളിൽ സ്തുതിയും സ്തോത്രവും നിൽക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഉള്ളിലേക്കൊരു ശൂന്യത ദൈവം വരുത്തുകയില്ല. ആമേൻ. നിൻ്റെ കഷ്ടകാലത്ത് നിൻ്റെ സ്തുതിയും സ്തോത്രവും നീ വിതയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, നല്ലൊരു സമയമാകുമ്പോൾ നല്ലതൊന്ന് കൊയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ശൂന്യത നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, ശത്രുവായവൻ പല രീതിയിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു മുന്നോട്ടേക്ക് ഒരു വെളിച്ചം കാണാത്തൊരവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നു മുതൽ നമുക്ക് കഷ്ടത, അല്ലെ ശത്രുവായ നിരാശ, നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾക്ക് ശൂന്യത, അല്ലെ പല രീതിയിൽ മാനസികമായി പിരിമുറുക്കുമ്പോൾ, സ്തുതിയും സ്തോത്രവും നിൻ്റെ ഹൃദയത്തിൽ നിന്നോ അല്ലെ നിൻ്റെ ഭവനത്തിൽ നിന്നോ ഉയരുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ ആ ശൂന്യതയെ മാറ്റുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നീ അത് വിശ്വസിക്കാം. കാരണം ഒരു വാക്കുകൊണ്ട് ഈ ലോകം മുഴുവനും നിർമ്മിച്ചവനാണ് നമ്മുടെ ദൈവം അല്ല. ഒറ്റ വാക്കുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ യേശു. അവനെല്ലാം കഴിയും എന്ന് പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ച് കൊണ്ട് നീ ഓരോ സ്റ്റെപ്പും മുന്നോട്ടേക്ക് വെക്കുമ്പോൾ, ഹല്ലേലൂയ, അല്ലേ, നമുക്കറിയാം, രാത്രി മുഴുവനും അധ്വാനിച്ച ശിഷ്യന്മാർ, ഹല്ലേലൂയ, ഒരു മീനെ പോലും കിട്ടാത്തൊരിടത്ത്, ഹല്ലേലൂയ, ദൈവം അവർക്ക് ആവശ്യമായതിനെ കൊടുപ്പാൻ ശക്തനെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ, വിശക്കുന്നവൻ്റെ വിശപ്പറിയാവുന്ന നസ്രാനായ യേശു, കണ്ണുനീര് തൂവുന്നവൻ്റെ വിഷയം എന്താണെങ്കിൽ അതിനു വേണ്ടി സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ചിരി ഉള്ളപ്പോഴല്ല, സന്തോഷമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന ഒന്നല്ല. ആമേൻ. നിൻ്റെ കഷ്ടകാലത്ത് അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ സദൃശവാക്യത്തിൽ
യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം, അത് കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, അവന് കൊടുക്കേണ്ട സ്തുതിയും സ്തോത്ര ആദ്യ ഫലങ്ങൾ അവന് കൊടുക്കുമ്പോൾ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകുക. അല്ല, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ദൈവത്തെ സ്തുതിക്കണം. ആമേ സ്തോത്രം. അവന് ആദ്യ ബഹുമാനം ദൈവത്തിന് എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഫലമേൽപ്പിക്കുമ്പോൾ ഇവിടെ ദൈവം നമ്മളോട് പറയാണ്, അങ്ങനെ നിൻ്റെ എന്ത് ചെയ്യും? കളപ്പുരകൾ സമൃദ്ധിയായി നിറയുവാനായിട്ട് ഇടയായി തീരും. അതുപോലെ തന്നെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പം ഇവിടെ പറയുന്നതാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുകയാണ്. ആമേൻ. ദൈവം നമ്മളെ പണിതെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കത്തുള്ളൂ, അല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിക്കും സ്തോത്രത്തിനും പകരമായിട്ട് നീ പണിത്, അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ച എൻ്റെ ലൈഫ് മെച്ചപ്പെടുമെന്ന് ഓർത്ത് നീ അധ്വാനിക്കുന്നൊന്നും ഒരു അറ്റത്തെത്തുവാനോ എന്ത് ചെയ്യത്തില്ല, കഴിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. യഹോവ പണിയണം. യഹോവ നിൻ്റെ ചിന്തകളിൽ വസിക്കണം. യഹോവ നിൻ്റെ ഹൃദയത്തെ പണിയണം. യഹോവ നിൻ്റെ ഭവനത്തിൽ അവൻ്റെ സ്തുതിയും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതെന്ത് ചെയ്യണം? നിൻ്റെ ഭവനത്തിൽ മുഴങ്ങുമ്പോൾ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമാണ് എന്ന് പറയുവാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ? നമുക്കറിയാം ഇസഹാക്കിൻ്റെ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതിനേക്കാൾ അതുപോലെ തന്നെ ഒരു ക്ഷാമ ഇസഹാക്കിൻ്റെ കാലത്തുണ്ടായി. ഹല്ലേലൂയ. പക്ഷെ അവൻ ആ സമയത്ത് അവിടെ പറയണം, അവൻ എന്ത് ചെയ്തു? വിതയ്ക്കുവാനായിട്ടിടയായി. ശൂന്യതയുടെ നടുവിൽ, ക്ഷാമത്തിൻ്റെ നടുവിൽ അബ്രഹാം എന്ത് ചെയ്തു? ഇസഹാക്ക് വിതയ്ക്കുവാനായിട്ടിടയായി. അവന് 160 മേനി ലഭിച്ചു, അല്ലേ? അവൻ അവൻ എന്ത് ചെയ്തില്ല? മാറിപ്പോയിരുന്നില്ല. അതാണ് ഉൽപ്പത്തി 26 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അമ്മേ സ്തോത്രം. അപ്പോൾ അവിടെ 12 പറയാണ്, എന്താണ്? ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇതൊന്നും ഇസഹാക്ക് മൈൻഡ് ചെയ്തില്ല. അവൻ എന്ത് ചെയ്തു? വിതച്ചു. ഇതുപോലെയാണ് കഷ്ടതയുടെ അല്ല തരിശു നിലത്തിൻ്റെ അവസ്ഥയിലും നിനക്ക് ദൈവത്തിന് വേണ്ടി സ്തുതി, ദൈവത്തിന് വേണ്ടിയല്ല നമ്മുടെ കർത്താവ് എന്നെ ഇനി നടത്തുമെന്ന ആ വിശ്വാസത്തെ സ്തുതിയും സ്തോത്രവും നിനക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ക്ഷാമകാലത്തും നമ്മെ ക്ഷേമമായി പോറ്റുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ആണ്ടിലാണ്, അല്ലാതെ 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ അല്ല. ദ സെയിം ടൈം അല്ല സെയിം ഇയറിൽ തന്നെ അവനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് വായിക്കാം. യഹോവ അവനെ അനുഗ്രഹിച്ചു. ആമേ സ്തോത്രം. കാരണം അവന് യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അവന് 100 മേനി ദൈവം അവന് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് തന്നെയാണ് ശൂന്യതയുടെ നടുവിലല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിത്യശൂന്യതയിലേക്ക് അങ്ങയുടെ കാലടി ഒന്ന് വെക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു പോലെ. ഹല്ലേലൂയ. ജീവിതത്തിലെ ശൂന്യതയുടെ നടുവിൽ ആമേ സ്തോത്രം ഇല്ലായ്മയുടെ അവസ്ഥകളിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പേഴ്സിനെ നോക്കി ഹല്ലേലൂയ വിശ്വാസം പറയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ആമേ സ്തോത്രം, അല്ലേ? ദൈവത്തിൻ്റെ ശക്തിയാൽ അതിനെന്ത് ചെയ്യും? മറുപടി ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. അല്ല അടുക്കളയെ നോക്കി ഇല്ലായ്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് മക്കളെ നോക്കി ഒരു ശൂന്യതയുടെ അവസ്ഥ, അതിനെ നോക്കി നിനക്ക് പറയുവാൻ ദൈവം പറഞ്ഞതുപോലെ ലെറ്റ് ദെയർ ബി എ ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എനിക്കും നിനക്കും വിശ്വാസത്തോടെ ചിലത് പറയാം. ഹല്ലേലൂയ. ശൂന്യതകൾ മാറുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭവനങ്ങളിൽ സ്തുതിയും സ്തോത്രവും നിറയുമ്പോൾ ആമേ സ്തോത്രം നമ്മുടെ അതിരിങ്കലിൽ നിന്ന് ശൂന്യതയും നാശവും ദൈവം എടുത്ത് കളയുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചനം പഠിക്കുമ്പോൾ അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളി ഫലം കാണുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ അല്ലേ ആട്ടുംകൊഴുത്ത് ഒന്നും കാണുകയില്ല. എങ്കിലും യഹോവ എൻ്റെ എന്താണ്? അവൻ എൻ്റെ രക്ഷയാണ്, അവനെ ഞാൻ ആനന്ദിക്കുമെന്ന് നിനക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ. അവൻ നിൻ്റെ കാലിനെ മാൻപേയുടെ കാൽക്ക് തുല്യമാക്കി ദൈവം നമ്മളെ എന്ത് ചെയ്യും? നമുക്കൊരു സമാധാനം ദൈവം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇസഹാക്കിൻ്റെ വിശ്വാസപ്രകാരം അവന് ആ ആണ്ടിൽ തന്നെ 100 മേനി അവന് ലഭിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസമാണിത്. അല്ല ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയമാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മീകരമാകട്ടെ ഭൗതികമാകട്ടെ
ഏത് നിലയിലാണെങ്കിൽ ഹല്ലേലൂയ ആ ശൂന്യതയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ കാലടി ഒന്ന് വെക്കണമേ. ആമേ, സ്തോത്രം. എന്നാൽ ശൂന്യതകളൊക്കെ ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം അവൻ്റെ നിറവാകുന്നു, അവൻ നിറയ്ക്കുന്ന അവൻ്റെ നിറവാകുന്നു അവൻ്റെ ആ ഒരു കൃപ നമ്മളിൽ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ദൈവം എപ്പോഴും നമ്മൾ ശൂന്യമായി ഇരുപ്പാനല്ല ആഗ്രഹിക്കുന്നത്. അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ആമേ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ക്രിസ്തുവിനെ ഭയപ്പെട്ട് ഹല്ലേലൂയ അവന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും ആമേൻ, സ്തോത്രം, സകല ജാതികളും കാണുക നീതിയും സ്തുതിയും മുളപ്പിക്കുക. അതുകൊണ്ട് നീ എന്ത് പറയണം? സ്തുതി പറയണം, സ്തോത്രം പറയണം. നിൻ്റെ വാതിലുകളിൽ സ്തുതിയും സ്തോത്രവും നിറഞ്ഞു കവിയട്ടെ. നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ അത് കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ. ശത്രു എന്ത് ചെയ്യും? വെല്ലുവിളിക്കുന്ന ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗാഡ് ബ്ലെസ് യു ആൾ.